ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിൽ 55ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ നിന്ന് ഈഞ്ചക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള ഹോട്ടൽ കുറിഞ്ഞിലാണ്. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ്. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് തരിക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കല്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഈ ഒരു ഹോട്ടൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. വെച്ചാൽ ഈ സ്ഥലങ്ങളിലുള്ള മിക്കവാറും വെജിറ്റേറിയൻ ഹോട്ടലുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്ന് വെച്ചാൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു 8 മണി സമയത്തിനാണ് എത്തിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് അവരുടെ കിച്ചണും കൂടെ ജസ്റ്റ് ഒന്ന് കാണണ്ടേ. അപ്പം കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയോടുകൂടി അവർ കിച്ചൺ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചൈനീസ് ഫുഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദോശയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നത് റവ ദോശ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. നല്ലൊരു മേക്കിംഗ് ആണ്. ബറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഫുഡുകളെല്ലാം ലൈവായിട്ടാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കുറിഞ്ഞി കഫേ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ അവർ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നുണ്ട്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഏകദേശം 11 മാസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് അറിയാനും കുറച്ച് താമസിച്ചു പോയി. ആൾക്കാർ ഈ ഒരു ഹോട്ടലിൻ്റെ പേര് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എത്തും. എന്നെ പോലെ കേട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ 2 ഐറ്റംസ് വരുന്നില്ല കേട്ടോ. ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള മസാല ദോശയാണ്. അതുപോലെ തന്നെ റവ ദോശയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിലാണ് കേട്ടോ അവർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുള്ളത്. ചെറിയ വാഴയിലയിലാണ് ഫുഡെല്ലാം സെർവ് ചെയ്യുന്നത്. ഒരുപാട് കറികൾ അവർ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം 6ഓളം കറികൾ ഈ ദോശയുടെ കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതാണ് കുറിഞ്ഞി കഫേയിലെ ആ ഒരു മെനു കാർഡ്. മെനുവിൽ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ദോശയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇഡലിയിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പെപ്പർ ഇഡലി ഉണ്ട്, ഹണി ചില്ലി ഇഡലി ഉണ്ട്, ഗീ പൊടി ഫ്രൈഡ് ഇഡലി ഉണ്ട്, ചില്ലി ഇഡലി ഉണ്ട് കേട്ടോ. ചില്ലി ഇഡലി നമ്മൾ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ് ഇഡലിയും കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി റൈസായിട്ടും അവർ സെർവ് ചെയ്യുന്നുണ്ട്. സാമ്പാർ റൈസ്, കാർഡ് റൈസ്, ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റൈസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടേഴ്സും ഉണ്ട് കേട്ടോ. ഗോബി 65 ഉണ്ട്, മഷ്റൂം 65, ഫിംഗർ ചിപ്സ്, അങ്ങനെയെല്ലാം അവർ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെജ് സൂപ്പും കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സൂപ്പ്, ഹോട്ട് ഷുഗർ സൂപ്പ്, വെജ് ക്ലിയർ സൂപ്പ്, സ്വീറ്റ് കോൺ സൂപ്പ്, അങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് ഉണ്ട്. ചൈനീസ് ഐറ്റംസ് എല്ലാം അവർ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊറോട്ടയിലും വ്യത്യസ്തമായിട്ടുള്ള ഡിഷുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഡിഷസൊക്കെ വന്നിട്ടുണ്ട്. ഈ റവ ദോശ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കണം. പുതിയ കടയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് താമസമായിരുന്നാലും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം. ഇതാണ് കേട്ടോ കുറിഞ്ഞി കഫേയിലുള്ള ആ ഒരു റവ ദോശ. റവ ദോശ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾ കണ്ടല്ലോ അല്ലേ. നല്ല വെന്തതിന് ശേഷം മാത്രമേ അവരത് എടുക്കത്തുള്ളൂ കേട്ടോ. ഒരുപാട് ടൈം എടുക്കും അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു ദോശയുടെ കൂടെ തന്നെ സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, അതുപോലെ തന്നെ മസാല ദോശയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്. പിന്നെ അത് കൂടാഞ്ഞിട്ട് തന്നെ സ്പെഷ്യലായിട്ട് അവർ ചമ്മന്തി സെർവ് ചെയ്യുന്നുണ്ട്. തക്കാളി ചട്നി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിന ചട്നി വെച്ചിട്ടുണ്ട്. ഇത് പൊടിയാണ് കേട്ടോ. പൊടിയുടെ 2 ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇത് മുളക് പൊടി, അതുപോലെ തന്നെ ഇത് നമ്മുടെ എള്ള് വെച്ചിട്ടുള്ള മുളക് പൊടിയാണ്. ഇത് രണ്ടും അതിൻ്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ദോശയുടെ കൂടെ ഒരുപാട് കറികൾ അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റവ ദോശയുടെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. റവ ദോശയ്ക്ക് ഉള്ളിൽ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പുതിനയുടെ ഇല ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പീസ് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു റവ ദോശയിൽ അവർ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം റവ ദോശ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് മാവിലാണ് അവർ ആ റവ ദോശ ചെയ്യുന്നത്. അപ്പോൾ ലേശം റവ ദോശയും നമ്മുടെ തേങ്ങാ ചട്നിയായിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ക്രിസ്പിയാണ് കേട്ടോ റവ ദോശ. ഫസ്റ്റ് ട്രൈ ആണ്, എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം. റവ ദോശ നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്യുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ഈ റവ ദോശയിൽ പച്ചമുളക്, കറിവേപ്പില, പുതിന എല്ലാം ക്യാരറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ക്രിസ്പി ആയിട്ടുള്ള ദോശയുണ്ട്. കുറച്ച് തണുത്തിട്ടുണ്ടെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ലേശം സാമ്പാർ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. സാമ്പാറല്ലേ നമ്മൾ എല്ലായിടത്തും പോയാലും കൂടുതൽ ടേസ്റ്റ് ചെയ്യാറുള്ളത്. സാമ്പാർ പൊളിയായിട്ടുണ്ട്. സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. ചമ്മന്തിക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സാമ്പാറാണ്.
ഇനി അവിടെ കുറച്ച് പൊടി ഐറ്റംസ് ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സാധാ പൊടിയാണ് നമ്മുടെ മുളക് പൊടിയില്ല, അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തി പൊടിയാണ്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഈ ഒരു ദോശയുടെ ഇൻക്ലൂഡഡാണ്. ഏകദേശം റവ ദോശയും നമുക്ക് മുളക് പൊടിയായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കേട്ടോ. ജസ്റ്റ് പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പൊടി കൊള്ളാം കേട്ടോ, ഞങ്ങളുടെ സ്പെഷ്യൽ പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ദോശയിലൂടെ ഇൻക്ലൂഡഡാണ്, അതായത് ഈ ഒരു റേറ്റിന് ഈ കറികളെല്ലാം ഇൻക്ലൂഡഡാണ്. പക്ഷേ അവരുടെ സ്പെഷ്യൽ പൊടിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയാണ് അവർ ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ലെണ്ണയും പൊടി ആണ് കൂടുതലായിട്ടുള്ളൊരു കോമ്പിനേഷനുള്ളത്. അപ്പോൾ സ്പെഷ്യൽ പൊടി കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുറച്ച് എള്ളും കൂടി ഇട്ടിട്ടുണ്ട്, അതാണ് ഒരു സ്പെഷ്യൽ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലെണ്ണ കൂട്ടി കഴിക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ലേശം തക്കാളി ചട്നി പിന്നെ കുറച്ച് പുതിന ചട്നി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ദോശയിലൂടെ കഴിക്കാനുള്ള കറികളാണ്. അപ്പോൾ ലേശം തക്കാളി ചട്നി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തക്കാളി ചട്നി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പുതിന ചട്നി എനിക്ക് അധികം ഇഷ്ടമല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഒരുപാട് പേർക്ക് പുതിന ചട്നി ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് അധികം ഇഷ്ടമല്ല, എങ്കിലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ ഇവിടുത്തെ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം റവ ദോശ ഒന്ന് കഴിച്ചു നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. പ്രത്യേകിച്ച് സാമ്പാർ, ഇവിടുത്തെ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓരോ കടയിലും ഓരോ ടേസ്റ്റാണ് സാമ്പാറിന്. ചെറിയ കട്ടിയിലാണ് സാമ്പാർ ചെയ്തിരിക്കുന്നത്. സാമ്പാർ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. 60 രൂപയ്ക്ക് ഈ ഒരു ദോശയുടെ കൂടെ നമുക്ക് എത്ര ഐറ്റം കറികൾ കിട്ടും? 1 2 3 4 5 6 ഐറ്റം കറികളാണ് ഈ 60 രൂപയുടെ റവ ദോശയിലുള്ളത്. ഇത്ര ഐറ്റം കറികൾ നമുക്ക് വെർത്താണ് 60 രൂപയ്ക്ക്. ഇനി അടുത്ത് നമ്മൾ ട്രൈ ചെയ്യുന്ന അവരുടെ ആ ഒരു മസാല ദോശയാണ്. ഈ നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്കാണെങ്കിൽ ഈ ഒരു റവ ദോശ ഞാൻ പറയാം കേട്ടോ. കഴിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ റവ ദോശയിൽ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു റവ ദോശ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുന്ന അവരുടെ മസാല ദോശയാണ്. മസാല ദോശയുടെ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മസാല ദോശ നല്ല ഇഷ്ടമാണ്. ലേശം മസാല ദോശയും സാമ്പാറും മസാല ദോശയാണ് ഉഗ്രം കോമ്പിനേഷന്. ഇവിടുത്തെ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മസാല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടി മസാലയാണ്, അടിപൊളിയായിട്ടുണ്ട്. മസാല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള മസാലയാണ് കേട്ടോ. മസാല ദോശയും സാമ്പാറാണ് നല്ലൊരു കോമ്പിനേഷൻ. ജസ്റ്റ് സാമ്പാറായിട്ട് എടുത്തില്ല, പൊളിയായിട്ടുണ്ട് കേട്ടോ. മസാല ദോശ അടിപൊളിയാണ് കേട്ടോ, ട്രൈ ചെയ്യും. മസാല ദോശയുടെ കൂടെ ഈ ഒരു കറികളെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പൊടിയുണ്ട്, 2 ഐറ്റം പൊടി, പിന്നെ തക്കാളി ചമ്മന്തി, അതുപോലെ തന്നെ പുതിന ചട്നി, പിന്നെ സ്പെഷ്യൽ സാമ്പാറും ചട്നി. അങ്ങനെ 6 കൂട്ടം കറികൾ ഈ ഒരു മസാല ദോശയിലൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡഡാണ്. മസാല ദോശയിലൂടെ എപ്പോഴും ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ സാമ്പാറാണ്. സാമ്പാർ ലേശം ഒഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. മസാല ദോശ സാമ്പാറും ചമ്മന്തിയും മസാല ദോശയും ഒരുമിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും മസാല ദോശയുടെ ഇത് രണ്ടും കൂട്ടിയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ മസാലയും ചമ്മന്തി സാമ്പാറും കൂടെ മിക്സ് ചെയ്യുക, ഇതുപോലെ എടുക്കുക. സാമ്പാറിൻ്റെ രുചിയാണ് കേട്ടോ എടുത്ത് വരുന്നത്. അടിപൊളി സാമ്പാറാണ്. പൊടികളായിരുന്നാലും കൊള്ളാം. ഈ ഒരു സ്പെഷ്യൽ മുളക് പൊടിയും അതുപോലെ തന്നെ അവരുടെ സാധാ മുളക് പൊടിയും നല്ല ടേസ്റ്റ് ഉണ്ട്. 75 രൂപയ്ക്ക് വർത്താണ് കേട്ടോ ഈ ഒരു മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം കറികൾക്കെല്ലാം നല്ല രുചിയുണ്ട്, പ്രത്യേകിച്ച് സാമ്പാർ ആടിപ്പൊളി. മസാല മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, നല്ല കട്ടിയുള്ള മസാലയാണ്. വേണമെങ്കിൽ ലേശം സാമ്പാറിലും കൂടെ മുക്കിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. മസാല കൊള്ളാം കേട്ടോ. പല കടകളിലും പല ടേസ്റ്റിലാണ് മസാല അവർ സെർവ് ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് എന്തായാലും 2 ദോശയും ഫുള്ള് കഴിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് നമുക്ക് മസാല ദോശ കംപ്ലീറ്റ് ചെയ്യാം. സാമ്പാർ അതിൻ്റെ പുറത്തുകൂടെ ഫുള്ള് ഒഴിക്കുക, നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. സാമ്പാറും മസാലയും ദോശയും വേണമെങ്കിൽ കുറച്ച് സ്പെഷ്യൽ പൊടിയും കൂടെ ഇടാം, പിന്നെ കുറച്ച് തക്കാളി ചട്നിയും കൂടെ മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കട്ടെ. അവരുടെ 6 ഐറ്റം കറികൾ. അപ്പം ഈ ഒരു പുതിന ചട്നി വിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. പുതിന ചട്നിയും കൂടെ വെച്ചിട്ട് നല്ല മിക്സ് ചെയ്യുക. ഇങ്ങനെ എടുക്കുക.
എന്ത് കറി മിക്സ് ചെയ്താലും ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഉയർന്നതിന് നിൽക്കും കേട്ടോ. കുറച്ച് റവ ദോശ കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ കഴിച്ചെങ്കിൽ തീർക്കാം കേട്ടോ. മസാല ദോശ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, റവ ദോശ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് കേട്ടോ. കുറച്ച് മാവിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ റവ ദോശ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത്, എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഈ റവ ദോശ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റവ ദോശയും കൂടെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കടയിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്യരുത് റവ ദോശ. റവ ദോശ അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറിഞ്ഞി കഫേല പുതിയ കടയാണെങ്കിലും നല്ല രുചിയിൽ അവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു റവ ദോശ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മസാല ദോശയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ നിന്ന് ഈഞ്ചക്കിലോട്ട് പോകുന്ന വഴിക്കാണ് കുറിഞ്ഞി കഫേ ഉള്ളത്. ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക ആ ഒരു റവ ദോശ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും